രണ്ടുപേരും ഇവിടെ കുറച്ച് നേരമായിട്ട് എന്തോ ഒരു ചെറിയ പരിപാടിയില്ല. നമുക്ക് എന്താ സംഭവം എന്ന് അവരോട് ചോദിച്ചു നോക്കാം. എന്താ ഇവിടെ നിങ്ങൾ പരിപാടി? ഇതൊരു പരീക്ഷണമാണ്. ക്യാൻഡിൽ ഇതാകുമ്പോ വെള്ളം ഒഴിച്ച് പൊങ്ങി വരും ഒരു തീ. എന്ത് ഇതിനകത്തുനിന്നോ? ഇതിനകത്തുനിന്ന് എങ്ങനെയാ അങ്ങനെ തീ വരുന്നേ? വെള്ളം ഒഴിക്കുമ്പോ വരും വെള്ളം. ഇങ്ങനെ ക്യാൻഡില് ഇതിങ്ങനെ ഇവിടെ തീ കത്തിച്ചിട്ട് ഇങ്ങനെ ക്യാൻഡിൽ പിടിച്ചിട്ട് എന്നിട്ട് ഇതിലേക്ക് ഇത് വെക്കണം. എന്ത് വെക്കണം? ഇത് മെഴുകുതിരി. എന്നിട്ട് ഇത് കത്തിച്ചിട്ട് വെള്ളം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആക്കുമ്പോ അത് പൊങ്ങി വരും. അത് നിങ്ങളെ അവസാനം വരെ ഇരുന്ന് കാണുക. പൊങ്ങി വരും, തീ വരും അല്ലേ? അന്ന് നമുക്കൊന്നൊന്ന് നോക്കാം, നിങ്ങൾ ചെയ്യുന്ന എന്താ സംഭവം എന്നൊന്ന് നോക്കാം കേട്ടോ. എന്നാ ആയിക്കോട്ടെ. പരിപാടി, നിങ്ങളെ പരിപാടി എങ്ങനെയാന്ന് വെച്ചാൽ തുടങ്ങിക്കോ. നമ്മളിതിങ്ങനെ ഇതിങ്ങനെ ഒരുക്കണം ആദ്യം. ഇച്ചിരി ഒരുക്കണം. ഇതിങ്ങനെ ഉരുക്കിയെടുക്കണം അല്ലേ? ഇതെങ്ങനെയാ ഇതിന്റെ പരിപാടി? ഇത് ഉരുകി കഴിഞ്ഞിട്ട് ഇതിലേക്ക് തീ വരും. എങ്ങോട്ടേക്കാ തീ വരുന്നത്? ഇതിലേക്ക്, അതിന്റെ മേളിലേക്കാ? എന്നിട്ട് അപ്പോഴാണ് നമ്മുടെ പരീക്ഷണം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് വെറും തുടക്കം മാത്രമേ ഉള്ളൂ. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. കാറ്റടിക്കുന്നോണ്ട് ഇത് മര്യാദക്ക് ഉരുകുന്നില്ലല്ലോ. സൈഡിൽ ഇങ്ങനെ പിടിച്ചോ. ഭയങ്കര കാറ്റാ. ഇത് ഉരുകിയിട്ടുണ്ടല്ലേ? നന്നായിട്ട് ഉരുകണം അല്ലേ? ഇത് ഇന്നെങ്ങാനും ആവോ? കൺഫേം ആണോ? ഇതിങ്ങനെ തീ വന്നല്ലോ. ഇനി നമ്മള് ഈ വെള്ളം ഇത്ര വേണം വെള്ളം. എന്നിട്ട് ഇത് അതിന്റെ മേലേക്ക് തെളിക്കണം. ഇത് ഈ തീ കത്തുന്ന ഈ മെഴുകുതിരിന്റെ ഉള്ളിലേക്ക് നമ്മള് വെള്ളം ഇങ്ങനെ ഒഴിക്കണം അല്ലേ? അതാകുമ്പോ ആളി കത്തുക. അപ്പൊ ആളി കത്തുന്ന ആണോ? അപ്പൊ ഞാൻ സേഫ് ആണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നും ഉണ്ടാവൂല. ഇച്ചിരി മാറ്റി വെച്ചാ മാറി. 3, 2, 1 സ്റ്റാർട്ട്. ഇത് കൊള്ളാലോ. ഇത് കൊള്ളാലോ. ഇത് കുട്ടികളാരും അനുകരിക്കരുത്. മാമനുള്ളതോടുകൂടിയാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് എന്തിന്റെ ഫലമായിട്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഴുക് ഉരുകിയിട്ട് മെഴുക് തീ വരുമ്പോൾ അതിലേക്ക് ഡയറക്റ്റ് വെള്ളം ഒഴിക്കുമ്പോൾ അത് ആളിക്കത്തും. അഥവാ നിങ്ങൾ ഉരുക്കാതെ മെഴുകുതാക്കുകയാണെങ്കിൽ അത് വരൂല. പിന്നെ എണ്ണയുമായിട്ട് ഇതാക്കുക. പക്ഷെ മെഴുകുതിരിനെക്കാട്ടും കൂടുതലാവൂല. ഈ വീഡിയോ കാണുന്ന ചേട്ടനും ചേച്ചിമാരൊക്കെ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.